എന്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നിട്ടുള്ള ആ 5 മിനിറ്റ് ഇന്ന് വരും എന്നുറപ്പുള്ള ട്രാക്കിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ റെഡ് ഫ്ലാഗ് ഏതൊക്കെയാണ്? വാർ ടൈമിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിന്ന് അക്കൗണ്ടന്റിനോട് കൃത്യമായി പറഞ്ഞേക്കാം. ഇതിന് നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ 9 മണിക്ക് നമ്മുടെ കയ്യിൽ വാർ ടൈമിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഡെയിലി ക്യാഷ് ട്രാക്കിംഗ്. ഡെയിലി ക്യാഷ് ട്രാക്കിംഗ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ നോൺ നെഗോഷ്യബിൾ തിങ്. ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ് വെറും 5 മിനിറ്റ് മതി ഒരു ദിവസം. പക്ഷെ ഇന്നു മുതൽ രാവിലെ 9 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 മിനിറ്റ് ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നിട്ടുള്ള ആ 5 മിനിറ്റ്, ദാറ്റ് റിച്വൽ 5 മിനിറ്റ്സ്, ആ പവിത്രമായ 5 മിനിറ്റ്, ഡെയിലി 5 മിനിറ്റ് ഫോർ ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ആ സമയത്ത് നോക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇന്ന് രാവിലെ ആ 9 മണിക്ക് വാട്ട് ഈസ് ദ ഓപ്പണിംഗ് ക്യാഷ്? വാട്ട് ഈസ് ഓപ്പണിംഗ് ക്യാഷ്? ഈ 9 മണിക്ക് നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ഇൻ ഡിഫറെന്റ് അക്കൗണ്ട്സ്? അത് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള ക്യാഷ് എത്രയാണ്? ഓപ്പണിംഗ് ക്യാഷ്. എവരി ഡേ മോർണിംഗ് 9 മണിക്ക് എടുക്കേണ്ട ആദ്യത്തെ റിപ്പോർട്ട് അതാണ്. ഇതാണ് ആദ്യത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ നമുക്ക് വേണ്ടത് ക്യാഷ് ഇൻ ടുഡേ. ഇന്ന് വരും എന്നുറപ്പുള്ള ക്യാഷ് എത്രയാണ്? അതിൽ കളക്ഷൻസ് വരാം, സെയിൽസിൽ നിന്നുള്ള വരുമാനം വരാം, എന്തെങ്കിലും നമുക്ക് റീഫണ്ടോ എന്തെങ്കിലും കിട്ടാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്ര ക്യാഷ് നമ്മളിലേക്ക് വരും? ക്യാഷ് ഇൻ ടുഡേ. ഇതാണ് രണ്ടാമത്തെ കണക്ക്. ഇപ്പൊ ക്യാഷ്, ഡെയിലി ക്യാഷ് പൊസിഷൻ അനാലിസിസ് ആണ്, ട്രാക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന്, ഓപ്പണിംഗ് ക്യാഷ് എത്രയാണ്? 2, ഇന്നത്തെ ക്യാഷ് ഇൻ ടുഡേ എത്രയാണ്? 2, ഇതെന്താണ്? ഇൻഹെയിൽ. അടുത്തത് എക്സ്ഹെയിൽ. അതെന്താണ്? ക്യാഷ് ഔട്ട് ടുഡേ. ഇന്ന് എത്രയാണ് പുറത്തേക്ക് പോകാനുള്ള ക്യാഷ്? ലൈക്ക് സാലറി ആവാം, റെന്റ് ആവാം, സപ്ലയർക്ക് കൊടുക്കാനുള്ളതാകാം, EMI ആകാം, അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ആകാം, വെൻഡർ പേയ്മെന്റ് ആകാം, വോട്ടെവർ. വൈകിട്ട് സ്ഥാപനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വരണം നാലാമത്തത്. അതാണ് ക്ലോസിംഗ് ക്യാഷ്. ഈ ക്ലോസിംഗ് ക്യാഷ് ആണ് നാളത്തെ ഓപ്പണിംഗ് ക്യാഷ്. നമ്പർ 5, നെക്സ്റ്റ് 7 days കമ്മിറ്റഡ് പേയ്മെന്റ്സ്. അടുത്ത 7 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പേയ്മെന്റുകളുടെ കണക്ക് എത്ര? എത്ര രൂപയാണ് അടുത്ത 7 ദിവസത്തേക്ക് നമുക്ക് ക്യാഷ് വേണ്ടത്? നമ്പർ 6, നെക്സ്റ്റ് 14 days എക്സ്പെക്റ്റഡ് റെസീപ്റ്റ്. എത്രയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ക്യാഷ് ഇൻ? അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എവറി ഡേ നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. അതിന്റെ പേരാണ് നമ്പർ 7. അതിന്റെ പേരാണ് റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ് കൗണ്ട്. റെഡ് ഫ്ലാഗ് കൗണ്ട്. നമുക്ക് കോൺഫിഡൻസോടുകൂടി നമുക്ക് ഉറപ്പിച്ച് 100% ഉറപ്പിച്ച് കിട്ടാനുള്ളതാണ് അടുത്ത 14 ദിവസം. പക്ഷെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ആ പേയ്മെന്റുകൾ ഏതൊക്കെ? അതാണ് റെഡ് ഫ്ലാഗ് കൗണ്ട്. കിട്ടാനുള്ളതാണ്,
പക്ഷെ കിട്ടും എന്ന് അത്ര ഉറപ്പില്ലാത്ത ആ റെഡ് ഫ്ലാഗ് ഏതൊക്കെയാണ്? ഉറപ്പുള്ളത് ഗ്രീൻ ഫ്ലാഗ്, ഉറപ്പില്ലാത്ത റെഡ് ഫ്ലാഗ് കൗണ്ട് ഏതൊക്കെ? എവറി ഡേ മോർണിംഗ് 9 മണിക്ക് നമ്മുടെ വാട്സപ്പിൽ ഈ 7 കണക്കെത്തിയിരിക്കണം. മേക്ക് ഇറ്റ് എ പ്രിൻസിപ്പിൾ. എൻ്റെ ഒരു ബിസിനസ് ഉള്ള ദിവസം ആയിക്കോട്ടെ, അതായത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓൺ സൺഡേ, എനിക്കിത് നിർബന്ധമാണ്. എൻ്റെ അക്കൗണ്ടന്റ് ഒരു ദിവസം എന്നോട് പറയാണ്, ഞാൻ സാറേ ഒരു 5 ദിവസത്തേക്ക് ഞാൻ ഹസ്ബൻഡും കൂടെ ജോർജിയയിൽ പോവാം. എവിടെ വേണേലും പോയിക്കോ, നോ പ്രോബ്ലം. എനിക്ക് രാവിലെയും വൈകിട്ടുള്ള റിപ്പോർട്ട് അത് ഞാൻ ചെയ്തേക്കാം സാർ, മതി. വീക്കിലി അല്ലേ, ഇത് ഡെയിലി ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യമാണ്. ഈ 7 നമ്പേഴ്സ് എവറി ഡേ. ഒന്ന്, ഓപ്പണിംഗ് ക്യാഷ്. 2, ക്യാഷ് ഇൻ ടുഡേ, ഇന്നത്തെ എത്ര വരും. 2, ക്യാഷ് ഔട്ട് ടുഡേ, ഇന്ന് എത്ര പുറത്തേക്ക് പോകും. 4, ക്ലോസിംഗ് ക്യാഷ്. 5, നെക്സ്റ്റ് 7 days കമ്മിറ്റഡ് പേയ്മെന്റ്സ്, ഞാൻ ആർക്കൊക്കെ അടുത്ത 7 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 14 days എക്സ്പെക്റ്റഡ് റെസീപ്റ്റ്. ആൻഡ് റെഡ് ഫ്ലാഗ്, ഇതിലേതൊക്കെയാണ് കിട്ടാൻ എന്തെങ്കിലും രീതിയിൽ റിസ്ക് ഉള്ളത്? ഈ ട്രാക്കിംഗ് നിങ്ങൾ വീക്കിലി ആണ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഓൾറെഡി ലേറ്റ്. ഇഫ് യു ആർ ട്രാക്കിംഗ് ദിസ് വീക്ക്ലി, യു ആർ ഓൾറെഡി ലേറ്റ്. സോ ക്രിയേറ്റ് എ വാട്സ്ആപ്പ് റൂൾ ഫോർ യുവർ സെൽഫ്. എവറി ഡേ 9 AM ഇത് കിട്ടിയിരിക്കണം. ഇതിന്ന് അക്കൗണ്ടന്റിനോട് കൃത്യമായി പറഞ്ഞേക്കണം. ഇതിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിക്കോ, റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കി. ഞാനൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഞാനൊരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് എമൗണ്ട് മാത്രമാക്കി എനിക്ക് തിരിച്ചു തരിക, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, സിമ്പിൾ. ആ നമ്പർ നമുക്ക് കാണണം. ഇതാണ് ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ഇതൊരു ദിവസം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഡൺ.